തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. സംസ്ഥാനത്ത് നിന്ന് അഴിമതിയെ തുടച്ചു നീക്കാൻ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇപ്പോഴിതാ തെലങ്കാനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കോടികൾ കണ്ടെത്തിയിരിക്കുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും ഓഫീസുകളിൽ നിന്നും 100 കോടി രൂപയിലേറെ മൂല്യമുള്ള സ്വത്തുവകകൾ അഴിമതി വിരുദ്ധ ബ്യൂറോ കണ്ടെത്തിയിരിക്കുകയാണ്. തെലങ്കാന സ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സെക്രട്ടറിയും ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുൻ ഡയറക്ടറുമായ ശിവ ബാലകൃഷ്ണയുടെ വസതിയിൽ നിന്നും ഓഫീസുകളിൽ നിന്നുമാണ് അനധികൃത സ്വത്ത് കണ്ടെത്തിയത്. നിരവധി റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് പെർമിറ്റ് നൽകുന്നതിനായി ബാലകൃഷ്ണ കോടികൾ സമ്പാദിച്ചതായാണ് CBIയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഇയാൾ വെളിപ്പെടുത്തിയ വരുമാന സ്രോതസ്സുകൾക്ക് അപ്പുറം സ്വത്ത് സമ്പാദിച്ചെന്നാണ് പറയുന്നത്. ബാലകൃഷ്ണയുടെ ബന്ധുക്കളുടെ വീടുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തിയിരുന്നു. തന്റെ ഔദ്യോഗിക പദവി മുതലെടുത്ത് വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചെന്ന് സംശയിക്കുന്ന ബാലകൃഷ്ണയ്ക്കെതിരെ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ സമ്പാദിച്ച പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വർണം, ഫ്ളാറ്റുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ, ബിനാമി നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടെ 100 കോടിയിലധികം മൂല്യമുള്ള സ്വത്തുകൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 40 ലക്ഷം രൂപയും 2 കിലോഗ്രാം സ്വർണ്ണ ആഭരണങ്ങളും 60 ഹൈ ആൻഡ് റിസ്റ്റ് വാച്ചുകളും സ്വത്ത് രേഖകളും ബാങ്ക് നിക്ഷേപങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. കൂടാതെ 14 ഫോണുകൾ, 10 ലാപ്ടോപ്പുകളും നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും കണ്ടുകെട്ടിയിട്ടുണ്ട്. ACB ഇപ്പോൾ ബാലകൃഷ്ണയുടെ ബാങ്ക് ലോക്കറുകളും മറ്റും വെളിപ്പെടുത്താത്ത സ്വത്തുക്കളും പരിശോധിക്കുകയാണ്. നാളെ വരെ പരിശോധന തുടരുമെന്നാണ് വിവരം. അതേസമയം ഇതിനു മുൻപ് തെലങ്കാനയിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വസതിയിലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥലങ്ങളിലും നടത്തിയ റെയ്ഡിൽ 70 കോടിയുടെ അനധികൃത സ്വത്ത് അഴിമതി വിരുദ്ധ ബ്യൂറോ കണ്ടെത്തിയിരുന്നു. മൽക്കജ്ഗിരി ACP യെൽമഗുരി നരസിംഹ റെഡ്ഡി അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളാണ് പിടികൂടിയത്. അനന്തപുരിലെ 55 ഏക്കർ കൃഷിസ്ഥലവും 2 വീടുകളും, ഹഫീസ്പേട്ടിൽ വാണിജ്യ സമുച്ചയവും മറ്റിടങ്ങളിലെ വീടുകളും 2 ബാങ്ക് ലോക്കറിലായി 15 ലക്ഷവുമാണ് കണ്ടെത്തിയത്. ഇത്തരം അഴിമതി പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ തുടച്ചു നീക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി ഇന്ന്.